പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡ് CPM-നെ സംബന്ധിച്ച് അനുഗ്രഹമാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPIM-ന്റെ അണികൾ വലിയ നിരാശയിലായിരുന്നു. തെറ്റുതിരുത്തൽ പ്രക്രിയ ആരംഭിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം പിണറായി വിജയന്റെ ഗ്രാഫ് താഴോട്ടായിരുന്നു. കാരണം 10 വർഷം കേരളത്തെ നയിച്ചതിനു ശേഷം ചെറിയ പരാജയമല്ല, ദയനീയ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത്. ഇതെല്ലാം CPM-നെ പൊതുവിൽ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അതിൽ നിന്ന് CPIM ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. അതിൻ്റെ സൂചനയാണ് തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധം. ഇന്നലെയും ഇന്നുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം. ദേശീയ തലത്തിൽ വലിയ തോതിൽ CPM പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ആവുന്ന തരത്തിൽ. പക്ഷേ നേരെ മറിച്ച് കോൺഗ്രസിനകത്ത്, മുസ്ലിം ലീഗിനകത്ത്, UDF-നകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഈ റെയ്ഡ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. അതിൽ ഏറ്റവും പ്രധാനം VD സതീശൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷമാണ് ED റെയ്ഡ് നടക്കുന്നത് എന്നത് തന്നെയാണ്. കോടതി ഉത്തരവിന് ശേഷമാണ് ED റെയ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും രാഷ്ട്രീയ തീരുമാനമില്ലാതെ അത്തരമൊരു നീക്കം ED നടത്തില്ല. ED അത്തരമൊരു നീക്കം നടത്തുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയെ അറിയിക്കാതിരിക്കില്ല. സത്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയാണ് അറിയിക്കേണ്ടത്. അറിയിച്ചിട്ടില്ല എന്നാണ് മന്ത്രി തന്നെ, രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാകണം. മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെയാണ് മൗനം പാലിക്കുന്നത്. തൊട്ടടുത്ത ദിവസം അമിത്ഷായെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഒറ്റയ്ക്ക് കണ്ടപ്പോഴും ഈ വിഷയം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടാകണം. ഒറ്റയ്ക്കല്ല കാണേണ്ടിയിരുന്നത്, ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെ ഒപ്പം കൊണ്ടുപോകേണ്ടതായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ VD സതീശൻ ഒറ്റയ്ക്കാണ് കണ്ടത് അമിത്ഷായെ. അതും വലിയ ചർച്ചയായിട്ടുണ്ട്. ആ സന്ദർശനത്തിന് പിറകിലും ചില ദുരൂഹതകൾ ഉണ്ട്. അതേസമയം VD സതീശൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് റെയ്ഡിനെ കുറിച്ച് ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി VD സതീശനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് ചോദ്യം ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ VD സതീശനിൽ നിന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന VD സതീശനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതെല്ലാം വലിയ ദുരൂഹതകളും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും മുസ്ലിം ലീഗിനകത്തും വലിയ പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ആദ്യം VD സതീശൻ ലക്ഷ്യമിടുക, സംശയം വേണ്ട, അത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയാണ് ആദ്യത്തെ എതിരാളി കോൺഗ്രസിൽ ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ച്. ED-യിലൂടെ രമേശ് ചെന്നിത്തലയെ ഒതുക്കാം എന്നാണ് VD സതീശൻ കരുതുന്നത് എന്നതാണ് ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് വലിയ പ്രശ്നമുണ്ട്. അത് മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗിൽ നടക്കുന്ന പുതിയ സംഭവങ്ങളാണ്. മുസ്ലിം ലീഗിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവസാന വാക്ക് PK കുഞ്ഞാലിക്കുട്ടിയുടേതായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി മാറി വരുന്നു എന്ന സൂചനകൾ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. KM ഷാജി മന്ത്രിയാകുന്നത് മുതൽ അത് തുടങ്ങുന്നുണ്ട്. KM ഷാജിയെ മന്ത്രിയാക്കാൻ പറ്റില്ല എന്ന നിലപാട് PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ KM ഷാജി മന്ത്രിയാകണമെന്ന ഉറച്ച നിലപാടെടുത്തു. PK കുഞ്ഞാലിക്കുട്ടിക്ക് അത് അനുസരിക്കേണ്ടി വന്നു. ലീഗിൽ ഇതിനു മുമ്പ് ഉണ്ടാകാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് എന്നർത്ഥം. മെല്ലെ മെല്ലെ മുസ്ലിം ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ സ്വാധീനം കുറച്ചു കൊണ്ടുവരണം. അത് സാദിഖ് അലി തങ്ങളുടെ താല്പര്യമാണ്, ആഗ്രഹമാണ്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ED അന്വേഷണം വ്യാപകമായാൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും അന്വേഷണം വരും. അത് മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. നേരത്തെ ഹൈദരലി ശിഹാബ് തങ്ങൾക്കെതിരെ ED അന്വേഷണം ഉണ്ടായത് 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പേരിൽ. അതിൻ്റെ പിറകിലും കുഞ്ഞാലിക്കുട്ടിയുടെ കൈയുണ്ട് എന്ന് വാർത്തകൾ അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ വിശദവിവരം പുറത്തു വന്നിരുന്നില്ല. ആരും അത് അന്വേഷിച്ച് പോയിരുന്നുമില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ആ ഇടപാടിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വാധീനം ലീഗിൽ നിന്ന് കുറച്ചു കൊണ്ടുവരണം. അത് പാണക്കാട് കുടുംബത്തിന്റെ ആവശ്യമായി മാറിയിട്ടുണ്ട്. അതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു VD സതീശൻ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പെരുന്നാൾ ദിനത്തിൽ പാണക്കാട് ചെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ദില്ലിയിൽ നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ദില്ലി ചർച്ചയുടെ വിശദാംശങ്ങൾ മന്ത്രിസഭയിൽ പറയുന്നതിന് മുമ്പ് തന്നെ സാദിഖ് അലി തങ്ങളുമായി പങ്കിട്ടു എന്നത് ലീഗ് നേതാക്കൾ തന്നെ ഇപ്പോൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. നാളത്തെ പ്രധാന വാർത്തയായി വരേണ്ടതാണ് ആ വിഷയവും. എന്തുതന്നെയായാലും ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയെ ഒതുക്കാൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു VD സതീശൻ. ഒരേ സമയം രണ്ടുപേരെ ഒതുക്കേണ്ടതുണ്ട് VD സതീശനെ. അതിലൊന്ന് KC വേണുഗോപാലാണ്.
അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ രമേശ് ചെന്നിത്തലയെ എത്രയും പെട്ടെന്ന് ഒതുക്കേണ്ടത് വി.ഡി. സതീശൻ്റെ ആവശ്യമാണ്. അത് കൃത്യമായി ഈ ED റെയ്ഡിലൂടെ നടന്നു പോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുപോലെ തന്നെ ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയെ ഒതുക്കേണ്ടത്, കുഞ്ഞാലിക്കുട്ടിയുടെ ആധിപത്യത്തിൻ്റെ ശക്തി കുറയ്ക്കേണ്ടത് പാണക്കാട് സാദിഖലി തങ്ങളുടെയും ഒക്കെ താല്പര്യമാണ്. അത് വലിയൊരു കോക്കസായി തന്നെ ലീഗിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. MK മുനീർ അടക്കമുള്ള ആളുകൾ അതിന് പിന്തുണ നൽകി രംഗത്തുണ്ട്. ഇതിനെയെല്ലാം പിന്തുണച്ചുകൊണ്ട് വി.ഡി. സതീശനും രംഗത്ത് വരുന്നു എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തെ തന്നോടൊപ്പം അടുപ്പിക്കുകയും കോൺഗ്രസിൽ നഷ്ടപ്പെട്ടു പോയ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുക എന്ന ദ്വിമുഖ തന്ത്രമാണ് വി.ഡി. സതീശൻ പയറ്റുന്നത്. അത് വിജയിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. എന്തായാലും UDF-ൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്ക ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾക്ക് തന്നെയുണ്ട്. ഘടകകക്ഷി നേതാക്കൾ ആ ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്.